എന്താ പറയാ പിടിച്ചോ? ആ പിടിക്കണം, അത് വേണമല്ലോ. ഇല്ല ഇവന്റെ ചീത്ത പേര് ഞാൻ കുറെ കേൾക്കേണ്ടി വരില്ലേ? അവനെ പൊക്കി, ശിവൻകുട്ടിയെ പൊക്കി. അവൻ അതെന്നെ വേണം സാറേ. അതെ, നമ്മളെ ട്രഷറായിട്ട് നിന്ന് ശിവൻകുട്ടി ഉണ്ടല്ലോ, അവനെ പിടിച്ചു, പൈസ മുക്കിയവൻ. അവനെ പൊക്കി. എന്തായാലും നന്നായി. ഇല്ലെങ്കിൽ ചില്ലറ പൈസ അല്ലേ അമ്മാവ, ലക്ഷങ്ങളല്ലേ മുക്കിയത്. നിങ്ങൾ കിട്ടോ? അത് വേണ്ടടാ, ഒരു നല്ല കാര്യം നടന്നല്ലേ. അവിടെ ഒരു ചായ കുടിച്ചിട്ട് പോവാ. വേണോ? മേടിച്ചു കൊടുക്കടാ. പൈസ കൊടുക്കണ്ട, ചായ എന്റെ പറ്റിൽ കുടിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ മേടിച്ചു തരാം. സന്തോഷായിടാ. എന്തായാലും ഞാൻ ഒരു 6-7 പ്രാവശ്യമെങ്കിലും ഈ പ്രസിഡന്റ് വന്ന് കണ്ടിട്ടുണ്ടോ? അയാൾക്ക് ഒപ്പിടാൻ മടി. കണ്ട, ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ടായപ്പോ വിളിച്ചിരുത്തുന്നു, ചായ തരുന്നു, ഒപ്പിട്ട് തരുന്നു. അതാണ് രാഷ്ട്രീയക്കാരുടെ മഹത്വം. എന്റെ അമ്മാവ് ഒപ്പത് ഒപ്പിട്ടാലും ഒപ്പിട്ടില്ലെങ്കിൽ അമ്മാവിന്റെ സംഗതിയിൽ പാസ്സായി കിട്ടും. ഈ ഞഞ്ഞ വർത്താനം പറയരുത്. നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടരുത്. ഇതൊക്കെ വേണമെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ തന്നെ വിചാരിക്കണം, അല്ലാതെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ വിചാരിച്ചതൊന്നും നടക്കൂല. എവിടെ നിന്ന് നടക്കണേ? അമ്മാവ് എന്നോട് വാക്ക് പറയാൻ നേരത്തെ ഒന്ന് ശ്രമിച്ചു നോക്കിയല്ലേ? എന്തായാലും അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായല്ലോ. ഞാൻ പിന്നെ അന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അല്ല, അതിന്റെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ഞാനുമായിട്ടുള്ള ഇരിപ്പുവശം അങ്ങനെയാണ്. അല്ല അതെ, എന്താ വെച്ച് കഴിഞ്ഞാല് ഇലക്ഷൻ സമയത്ത് ഞാൻ ഒരാള് പിന്താങ്ങിയോണ്ടാണ് ഇയാള് പ്രസിഡന്റ് ആയത് സംഘത്തിന്റെ. അതിന്റെ ഗുണം കണ്ടില്ലേ? വിളിച്ചിരുത്തുന്നു, ചായ തരുന്നു. പ്രസിഡന്റ് വലം കൈയാണ് ഈ ക്ലീറ്റോ സാറ്. നന്ദി സ്നേഹം എന്നോട് എപ്പോഴും കാണിക്കാറുണ്ട് കേട്ടോ. ഇല്ല, ഞാൻ എന്ത് പറഞ്ഞാലും അപ്പൊ സാധിച്ചു കൊടുക്കാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. അതെന്താ അവിടെ ഒരു ആൾക്കൂട്ടത്? എവിടെ എന്താണ് അവിടെ നമ്മളെന്താ സാറേ, അത് ഒരു അപകടമാണ് തോന്നുന്നു കേട്ടോ. അയ്യോ, നോക്കാം. ആവശ്യമില്ലാതെ വെറുതെ അടിയാ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. നമ്മളൊക്കെ ഇടപെട്ടില്ല. പിന്നെ എന്താണത്? ഞാൻ വരാം സാറേ. അതെ, അല്ലാതെ എന്താ നോക്കാൻ? എന്താ നോക്കാം, അവിടെ ഒന്നുമില്ല. എന്താ ഈ പ്രശ്നം? എന്ത് പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾ കാരണം ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. നിങ്ങളെ പോലുള്ളവരാണ് പൊതുപ്രവർത്തനം നടത്തിയാണ് കുഴിയായത് റോഡല്ല. ഞങ്ങള് പൊതുപ്രവർത്തനം നടത്തി കുഴിയായത് പറഞ്ഞാൽ അത് ന്യായമായ കാര്യം. എന്തോ നിങ്ങളൊന്നും ചോദിക്കണ്ട, നിങ്ങൾ പടന്ന് നോക്കി. അല്ല ഏട്ടാ, ഇതിപ്പോ നമുക്ക് പരിഹരിക്കാം. എന്ത് പരിഹരിക്കാനാന്ന് പറയണത്? അല്ല, ഈ പ്രശ്നം ഇതിപ്പോ ഈ ആദ്യം അപകടം പറ്റി എന്ത് നിങ്ങൾ പരിഹരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച ഒരു കൊച്ചവിടെ വണ്ടി അടിച്ചിട്ടുണ്ടായി. നിങ്ങളൊക്കെ എന്നാ ഇവിടെ കാണിക്കുന്നത്? ഇലക്ഷൻ സമയത്ത് മാത്രമല്ല നിങ്ങൾ കാണാറുള്ളൂ. ഇതൊക്കെ നമുക്ക് പരിഹരിക്കാന്നുള്ള എന്ത് പരിഹരിക്കാന്ന് പറയണത്? നിങ്ങൾ പരിഹരിക്കാൻ എന്ത് പരിഹരിക്കണേ? കുറെ കാലം കൊണ്ട് പരിഹരിക്കുന്നുണ്ടല്ലോ. നമുക്ക് സമാധാനം. സമാധാനം എന്തോ സമാധാനം? ഇതിനാരാ സമാധാനം പറയാ? നമുക്ക് വേണ്ടത് പ്രതികരിക്കുന്ന ഒരു ജനവിഭാഗത്തെയാണ്. ജനങ്ങൾ കുറവൊന്നുമില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രതികരിച്ചു. എന്താ എവിടെ പോണ്? അവനടി അടി ഉള്ളട്ട് ജനങ്ങൾ പ്രതികരിക്കുന്നല്ലേ? കാരണം നിന്റെ അനാസ്ഥ കാരണമാ. നിന്റെ വാർഡല്ലയോ? നിന്റെ അതെ, രാഷ്ട്രീയക്കാരാണെങ്കിൽ അടി വാങ്ങുകയും ചെയ്യും, വഴി കൊടുക്കുകയും ചെയ്യും. അതൊക്കെ നല്ലതാണ്. എന്റെ വണ്ടിക്ക് 10,000 രൂപയുടെ പണിയുണ്ട്. വണ്ടിക്ക് 10,000 രൂപയുടെ പണിയുണ്ട്. എനിക്ക് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എങ്ങനെയുണ്ട്? ജനങ്ങളുടെ ഇടയിൽ നല്ല മതിപ്പാന്നല്ലേ പറഞ്ഞത് അല്ലേ? ഇതൊക്കെ പൊതുപ്രവർത്തകർ മാത്രമേ കിട്ടൂ. ഒരു പൊതുപ്രവർത്തകൻ നമുക്ക് എല്ലാം റോഡ് നന്നാക്കാൻ വലിയ പരിചയം സാരമുള്ള ഉള്ള പരിചയത്തിൽ ചെയ്താൽ നാട്ടുകാരെ കഷ്ടപ്പെടുത്തിക്കുന്നല്ലേ? ഉണ്ട് വീട് നിങ്ങളെ മുണ്ട് മാറ്റുന്നത്. ബാബാ ഇവിടെ നിൽക്കണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ചോദിക്കും. എന്റെ വണ്ടിയിൽ നിന്നുണ്ടാക്കി തരണം. എന്റെ വണ്ടിയിൽ നിന്നുണ്ടാക്കി തന്നെ എന്നെ വിടുള്ളൂ.